ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ സുരക്ഷിത ജീവിതം എന്ന പാഠഭാഗമാണ്. പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അധ്യായം 6 സുരക്ഷിത ജീവിതം. സുരക്ഷിത ജീവിതത്തിനായി നാം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മൾ പഠിക്കുന്നത്. ടീച്ചറും കുട്ടികളും ചേർന്ന് കളിക്കുന്നതാണ് പാഠഭാഗത്തിലെ ആദ്യ പേജിലെ ചിത്രം. അടുത്ത പേജ് നോക്കിയേ. നിങ്ങൾ കൂട്ടുചേർന്ന് കളിക്കാറുള്ള കളികൾ ഏതൊക്കെയാണ്? നോക്കു മക്കളെ, ഏതൊക്കെ കളികളാണ് നിങ്ങൾ കൂട്ടുചേർന്ന് കളിക്കുന്നത്? അവിടെ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്ന ഏതെല്ലാം കളികളാണ്? നോക്കിയേ, ഗോലികളി, കുളംകര കളി, ഒളിച്ചുകളി, മറ്റെന്തൊക്കെ കളികൾ നിങ്ങൾ കളിക്കാറുണ്ട് കൂട്ടം ചേർന്ന്? അക്കുത്തിക്കുത്താന, കണ്ണുകെട്ടിക്കളി, അതൊക്കെ നിങ്ങൾ കളിക്കാറില്ലേ? കൂട്ടുചേർന്നല്ലേ ആ കളികളൊക്കെ കളിക്കാറ്? ഓടിച്ചാടി കളിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്? എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുക? കായികശേഷി കൂടുന്നു, വ്യായാമം ലഭിക്കുന്നു, മാനസികോല്ലാസം ഉണ്ടാകുന്നു, അല്ലേ? ഇവ മാത്രമാണോ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ? അല്ല, നമ്മൾ ഗ്രൂപ്പ് ചേർന്ന് കളിക്കുമ്പോൾ നമുക്ക് മറ്റൊരുപാട് ഗുണങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. ഓരോ കളികൾക്കും ഓരോ നിയമങ്ങളാണ്. അപ്പം നമ്മൾ ഓരോ കളികൾ കളിക്കുമ്പോഴും ഈ നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കാൻ എന്ത് ചെയ്യും? ശ്രമിക്കും. അപ്പം നിയമങ്ങൾ പാലിക്കാനുള്ള ഒരു മനോഭാവം നമ്മൾക്ക് ഉണ്ടാകും. പിന്നെ പല കുട്ടികളുമായിട്ട് നമ്മൾ ചേർന്ന് കളിക്കുമ്പോൾ നമുക്ക് അവരോടൊരു അടുപ്പവും ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാകും. മറ്റു കുട്ടികളോട് സ്നേഹവും അടുപ്പവും കാണിക്കാൻ നമ്മൾ കൂടുതൽ പഠിക്കും. പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിയും. പല കാര്യങ്ങളിലും പ്രശ്ന പരിഹാരങ്ങൾ കണ്ടെത്താൻ നമുക്ക് സംഘം ചേർന്ന് കളിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്കൊരു സഹകരണ മനോഭാവം നമ്മളിൽ ഉണ്ടാകുന്നു. പിന്നെ നമുക്ക് ചിന്താശക്തി നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. സംഘബോധം നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമ്മൾ കൂട്ടുചേർന്ന് കളിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നു. ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് കളികളെ കൂടാതെ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യം നിലനിർത്താൻ വേണ്ടത്? ശരിയായ ഭക്ഷണശീലം വേണം, ആവശ്യത്തിന് ഉറക്കം വേണം, മറ്റെന്തൊക്കെ ഉണ്ടാവണം? ശരിയായ വ്യായാമം വേണം, നല്ല വൃത്തിയുള്ള പരിസരങ്ങൾ വേണം, പിന്നെ ദുശീലങ്ങളൊന്നും നമുക്ക് ഉണ്ടാകരുത്, അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആണ്. എന്തൊക്കെയാണ്? ശരിയായ ഭക്ഷണശീലം, ആവശ്യത്തിന് ഉറക്കം, ആവശ്യത്തിനുള്ള വ്യായാമം, വൃത്തിയുള്ള പരിസരം, ഇവയെല്ലാം നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ട കാര്യങ്ങൾ ആണ്. ശരിയായ ഭക്ഷണശീലങ്ങൾ എന്തൊക്കെയാണ് മക്കളെ ശരിയായ ഭക്ഷണശീലങ്ങൾ? കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കുക. നമ്മൾ ശരിയായ സമയത്ത് തന്നെ എന്ത് ചെയ്യണം? കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെന്താ? ആഹാര സാധനങ്ങൾ നന്നായിട്ട് ചവച്ചരച്ച് വേണം കഴിക്കാൻ. ശരിയായ ദഹനം നടക്കണമെങ്കിൽ ആഹാര സാധനങ്ങൾ ചവച്ചരച്ച് കഴിക്കണം. പിന്നെന്ത് ചെയ്യുക? പോഷക സമൃദ്ധമുള്ള ആഹാര സാധനങ്ങൾ കൂടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കണം. പിന്നെ അമിതമായിട്ട് ആഹാരം കഴിക്കരുത്. ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ഭക്ഷണം കഴിച്ചാൽ എന്ത് ചെയ്യും? നമ്മൾ അറിയാതെ ഒത്തിരി ഭക്ഷണം കഴിക്കും. അപ്പോൾ അമിതമായിട്ട് ആഹാരം കഴിക്കരുത്. ഫാസ്റ്റ് ഫുഡുകൾ കഴിവതും നമ്മൾ എന്ത് ചെയ്യുക? ഒഴിവാക്കുക. പൈസ കടയിൽ പോയി വാങ്ങിച്ച് കഴിക്കില്ലേ? ഹോട്ടലുകളിൽ പോയി വാങ്ങിച്ച് കഴിക്കുന്ന ഫുഡുകൾ നമ്മൾ കഴിവതും എന്ത് ചെയ്യല്? അത് ഒഴിവാക്കണം. മനസ്സിലായോ? അടുത്ത ഭാഗം നോക്കിയേ. ഉറക്കം എങ്ങനെയൊക്കെയാണ് ആരോഗ്യത്തെ സ്വാധീനിക്കുന്നത്? എപ്പോൾ ഉറങ്ങാൻ കിടക്കണം? എത്ര സമയം ഉറങ്ങണം? ശരിയായ രീതിയിലുള്ള ഉറക്കം ശീലിച്ചില്ലെങ്കിൽ എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകും? ഇക്കാര്യങ്ങളെപ്പറ്റി ആരോഗ്യ വിദഗ്ധരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് ഒരു ചെറുകുറിപ്പ് തയ്യാറാക്കൂ. കുട്ടികളുടെ വളർച്ചയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഉറക്കം എന്ന് പറയുന്നത്. അത് എല്ലാ പ്രായത്തിലുള്ള കുട്ടികൾക്കും മതിയായ ഉറക്കവും ആവശ്യമാണ്, അല്ലേ? ഉറക്ക സമയം എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടുകയും ചെയ്യുന്നു. 6 മുതൽ 13 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണെങ്കിൽ ഏതാണ്ട് 9 മുതൽ 12 മണിക്ക് വരെ ഉറങ്ങണമെന്ന് പറയുന്നു. കുട്ടികളിൽ അവരുടെ തലച്ചോറിൻ്റെ വികസനത്തിനും ബുദ്ധിപരമായ പ്രവർത്തനത്തിനും അവർക്ക് ഉറക്കം അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ഉറക്കം ആവശ്യമാണ്. എല്ലാ രാത്രികളിലും സ്ഥിരമായ ഒരേ സമയം തന്നെ ഉറങ്ങാൻ തിരഞ്ഞെടുക്കുക. നമുക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എപ്പോഴും കിടപ്പുമുറി സജ്ജീകരിച്ചിട്ടുണ്ടാവുക. കിടപ്പുമുറി എപ്പോഴും ശാന്തമായി നമുക്ക് നല്ല ഉറക്കം നൽകുന്ന രീതിയിലായിരിക്കണം ക്രമീകരിച്ചിട്ടുള്ളത്. ഉറക്കത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ മാനസികവും ശാരീരികവുമായ വിശ്രമവും എന്ത് ചെയ്യുന്നുണ്ട്? ലഭിക്കുന്നുണ്ട്. ഉറക്കം എന്ന് പറയുന്നത് വ്യായാമം പോലെയും ഭക്ഷണം പോലെയും ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകം തന്നെയാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലവും കൂട്ടുചേർന്നുള്ള കളികളും ആവശ്യത്തിന് ഉറക്കവും പ്രധാനമാണ്. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് ശരിയായ ഭക്ഷണശീലം വേണം, കൂട്ടുചേർന്നുള്ള കളികൾ വേണം, ആവശ്യത്തിനുള്ള ഉറക്കവും വേണം. മനസ്സിലായോ? അടുത്ത ഭാഗം നോക്കിയേ. കാലാവസ്ഥയും വസ്ത്രവും. ടീച്ചർ കുട്ടികൾക്ക് സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകങ്ങൾ വിതരണം ചെയ്തു. കുട്ടന് കിട്ടിയ പുസ്തകത്തിൻ്റെ പുറംചട്ടയിലെ ചിത്രം നോക്കൂ.
നോക്കിയേ, ചിത്രത്തിലെ കുട്ടി ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് എന്താണ് പ്രത്യേകത? എന്ത് തരം വസ്ത്രങ്ങളാണ് ആ കുട്ടി ധരിച്ചിട്ടുള്ളത്? എന്താണ്? കമ്പിളി വസ്ത്രമാണ് ആ കുട്ടി ധരിച്ചിട്ടുള്ളത്. എന്താണ് കമ്പിളി വസ്ത്രത്തിൻ്റെ പ്രത്യേകത? ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ചാണ് കമ്പിളി വസ്ത്രം നിർമ്മിക്കുന്നത്. എന്തിൻ്റെ രോമം ഉപയോഗിച്ചാണ്? ചെമ്മരിയാടിൻ്റെ രോമം ഉപയോഗിച്ചാണ് കമ്പിളി വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നത്. മനസ്സിലായോ? അടുത്ത, ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ കുട്ടി ധരിച്ചിട്ടുണ്ടാവുക? എന്താണ്? തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്. എന്താണ്? തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ തണുപ്പിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് കമ്പിളി വസ്ത്രങ്ങൾ ധരിക്കുന്നത്. തുണിത്തരങ്ങളെല്ലാം ഒരേപോലെയാണോ? അല്ല, എല്ലാ തുണിത്തരങ്ങളും ഒരുപോലെ അല്ല. മനസ്സിലായോ? നിങ്ങൾക്ക് ഏതെല്ലാം തരം തുണികളെക്കുറിച്ച് അറിയാം? ഏതൊക്കെ തുണികളെക്കുറിച്ച് അറിയാം നിങ്ങൾക്ക്? പരുത്തി തുണി, പോളിസ്റ്റർ തുണി, അല്ലേ? 2 ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ പറയാം നമുക്ക്? കമ്പിളി വസ്ത്രം, പട്ടുവസ്ത്രം, സിൽക്ക്, ഇവയെല്ലാം പലതരം തുണികൾ ആണ്. ഏതൊക്കെയാണ്? പരുത്തി, കമ്പിളി, പോളിസ്റ്റർ, പട്ട്, സിൽക്ക്, ഇവയെല്ലാം പലതരത്തിലുള്ള തുണിത്തരങ്ങളാണ്. മനസ്സിലായോ? ചൂടുകാലത്ത് ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് എന്തെല്ലാം സവിശേഷതകൾ ഉണ്ടായിരിക്കണം? ഈർപ്പം വേഗത്തിൽ വലിച്ചെടുക്കാൻ കഴിയണം, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലമുണ്ടായിരിക്കണം. ഒരെണ്ണം നമ്മുടെ എഴുതി ചേർക്കണം, അല്ലേ? ഈ സവിശേഷതകൾ ഏതുതരം വസ്ത്രങ്ങൾക്കാണ് കൂടുതലുള്ളത്? പരുത്തി വസ്ത്രങ്ങൾക്കോ പോളിസ്റ്റർ വസ്ത്രങ്ങൾക്കോ? അപ്പം ഏതിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക? പരുത്തി വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണോ പോളിസ്റ്ററിൻ്റെ പ്രത്യേകതയാണോ കൊടുത്തിട്ടുള്ളത്? പരുത്തി വസ്ത്രത്തിൻ്റെ പ്രത്യേകതയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ ഒരെണ്ണം കൂടെ എഴുതി ചേർക്കണം. എന്തെഴുതി ചേർക്കാൻ നമുക്ക്? കൈകാര്യം ചെയ്യാനും തയ്ക്കാനും എളുപ്പമായിരിക്കും. അതുകൂടെ നമുക്കവിടെ എഴുതി ചേർക്കാം. അപ്പം ഈർപ്പം വേഗത്തെ വലിച്ചെടുക്കാൻ കഴിയുന്നതായിരിക്കണം, വായുസഞ്ചാരം ഉറപ്പുവരുത്തുന്ന വിധത്തിൽ ഇഴയകലമുണ്ടാകണം, കൈകാര്യം ചെയ്യാനും തയ്ക്കാനും എളുപ്പമായിരിക്കുകയും വേണം. ഇത്തരം വസ്ത്രങ്ങളാണ് ഏതെന്ന് പറയുന്നത്? പരുത്തി വസ്ത്രങ്ങളെന്ന് പറയുന്നത്. പരുത്തി ചെടിയിലെ പഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്ന നൂലാണ് പരുത്തി വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, ചെയ്തു നോക്കാം. പരുത്തിയുടെയും പോളിസ്റ്ററിൻ്റെയും തുണിക്കഷണങ്ങൾ ഒരേ അളവിൽ എടുക്കുക. ഒരേ വലിപ്പമുള്ള 2 ഗ്ലാസ്സുകളിൽ തുല്യ അളവിൽ വെള്ളമെടുത്ത് തുണികൾ പൂർണ്ണമായും അതിൽ മുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ് അവ പുറത്തെടുക്കുക. ഓരോ ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് നിരീക്ഷിക്കുക. എന്താണ് നിങ്ങൾ കണ്ടെത്തിയത്? കാരണം എന്തെന്ന് ചർച്ച ചെയ്യൂ. 2 ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് ഒരുപോലെ ആയിരിക്കുമോ? അല്ല, 2 ഗ്ലാസ്സിലെയും വെള്ളത്തിൻ്റെ അളവ് വ്യത്യസ്തമായിരിക്കും. കാരണം കൂടുതൽ ഈർപ്പം വലിച്ചെടുക്കാനുള്ള കഴിയുന്ന തുണി ഏതാണ്? പരുത്തി തുണിയാണ്. അതുകൊണ്ട് പരുത്തി തുണി മുക്കിയ ഗ്ലാസ്സിലെ വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. മനസ്സിലായോ? ഓക്കെ, മഴക്കാലത്ത് ഏതുതരം വസ്ത്രമായിരിക്കും അനുയോജ്യം? മഴക്കാലത്ത് ഏതുതരം വസ്ത്രങ്ങളാണ് മക്കളെ അനുയോജ്യം? ഏതാണ്? പെട്ടെന്ന് ഉണങ്ങുന്നവയായിരിക്കണം, അല്ലേ? മഴ പെയ്താൽ നനഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുന്നവയാണ് മഴക്കാലത്ത് ഏറ്റവും നല്ലത്. പിന്നെ കട്ടി കുറഞ്ഞ വസ്ത്രങ്ങളായിരിക്കണം, ജലപ്രതിരോധ ശേഷിയുള്ളവയും ആയിരിക്കണം. ഇത്തരം വസ്ത്രങ്ങളാണ് മഴക്കാലത്ത് ഏറ്റവും അനുയോജ്യമായവ. ഇത്തരം പ്രത്യേകത ഉള്ളത് ഏതുതരം വസ്ത്രങ്ങൾക്കായിരിക്കും? പോളിസ്റ്റർ പോലുള്ള കൃത്രിമ നാരുപയോഗിച്ച് നിർമ്മിക്കുന്ന വസ്ത്രങ്ങൾക്കാണ് ഇത്തരം പ്രത്യേകതകൾ ഉള്ളത്. അടുത്ത് നോക്കിയേ, തണുപ്പ് കൂടുതലുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ചെമ്മരിയാട്, ഹിമക്കരടി തുടങ്ങിയ ജീവികൾക്ക് തണുപ്പിനെ അതിജീവിക്കാൻ സഹായിക്കുന്ന വിധത്തിൽ കട്ടിയുള്ള രോമാവരണമാണുള്ളത്. പെൻഗ്വിനുകൾക്ക് അവയുടെ തൂവലുകൾ തണുപ്പിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. ഇത്തരം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ജീവികളുടെ തൊലിയുടെ അടിയിലുള്ള കൊഴുപ്പിൻ്റെ പാളിയും അവയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. റോഡിലൂടെ നടക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം, കൂട്ടം കൂടി നടക്കരുത്, നടപ്പാതയുണ്ടെങ്കിൽ നടപ്പാതയിലൂടെ മാത്രമേ നടക്കാൻ പാടുള്ളൂ, സീബ്ര വരകൾ ഉണ്ടെങ്കിൽ അതിലൂടെ മാത്രമേ റോഡ് മുറിച്ച് കടക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുന്നതാണ് സുരക്ഷിതം. ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ അപകടത്തിന് കൂടുതൽ സാധ്യതയുണ്ട്. നമ്മൾ റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണം. ഇടതുവശത്തോടു കൂടി നടന്നാൽ കൂടുതൽ അപകട സാധ്യത ആണ്. എന്തുകൊണ്ടായിരിക്കാം ഇടതുവശത്തു കൂടി നടക്കുമ്പോൾ കൂടുതൽ അപകട സാധ്യതയുണ്ടെന്ന് പറയുന്നത്? ചർച്ച ചെയ്യുക. നമ്മുടെ നാട്ടിൽ വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശം ചേർന്നാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ഇടതുവശം ചേർന്ന് നമ്മൾ നടന്നാൽ നമ്മുടെ പിന്നിലൂടെ വരുന്ന, നമുക്ക് പിറകിലൂടെ വരുന്ന വാഹനങ്ങളെ നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ അപകട സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ വലതുവശം ചേർന്ന് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് മുന്നിൽ കൂടി വരുന്ന വാഹനങ്ങളെ നമുക്ക് നന്നായി കാണാൻ കഴിയും. അതുകൊണ്ടാണ് റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കണമെന്ന് പറയുന്നത്. മനസ്സിലായോ? റോഡിൻ്റെ വലതുവശം ചേർന്ന് നടക്കുമ്പോൾ നമുക്ക് എതിരായി വരുന്ന വാഹനങ്ങൾ കാണാൻ സാധിക്കും. പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ റോഡിൻ്റെ ഇടതുവശത്തു കൂടി പോകുന്നതിനാൽ അപകട സാധ്യത കുറവാണ്.
കുട്ടികൾ ഇരുവശവും നോക്കി വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി സീബ്ര വരകൾ മുറിച്ച് കടന്ന് വരിയായി ബസ്സിൽ കയറി. അപ്പോൾ കൂട്ടരും കൂട്ടുകാരും വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം സീബ്ര വരയിൽ കൂടി റോഡ് മുറിച്ച് ബസ്സിൽ കയറി. ബസ്സിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചോ? ബസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് വായിക്കുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ബസ്സിനുള്ളിൽ എഴുതിയിട്ടുണ്ടാവും. ഇതിൽ നോക്കിയേ, ഈ ചിത്രത്തിൽ എന്താണ് ആ ബസ്സിൽ എഴുതിയിരിക്കുന്നത്? കൈയും തലയും പുറത്തിടരുത്. നിങ്ങൾ ബസ് യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, വണ്ടിയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് മക്കളെ? വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്: ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്, വാഹനം നിർത്തിയതിന് ശേഷം മാത്രമേ ഇറങ്ങാവൂ. 2 കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ നമുക്ക് പറയാം? ഓടുന്ന വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുകയും ചെയ്യരുത് അല്ലേ? ബസ്സിൽ കയറുമ്പോൾ ക്യൂ പാലിക്കണം, സീറ്റിലിരുന്ന് യാത്ര ചെയ്യുക. നമ്മൾ ബസ്സിലൊക്കെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം? കമ്പിയിൽ പിടിച്ച് നിൽക്കണം. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണ് ഉള്ളത്? എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുക? അടുത്ത് നോക്കിയേ, റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നതിന് എന്തെല്ലാം കാരണങ്ങളാണ് ഉള്ളത്? അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നത്? നമ്മൾ എല്ലാ ദിവസവും പത്രത്തിലായാലും ടി വിയിലെ ന്യൂസുകളിലായാലും എത്രയെങ്കിലും അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ ദിവസവും കേൾക്കുന്നതാണ് അല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ്? അമിതമായ വേഗം, വലിയ വേഗത്തിൽ വണ്ടികൾ ഓടിക്കുന്നത്, ഡ്രൈവറുടെ അശ്രദ്ധ, ഡ്രൈവർ ശ്രദ്ധയില്ലാതെ വാഹനം ഓടിക്കുന്നു, പിന്നെ മുന്നറിയിപ്പ് ബോർഡുകൾ അനുസരിക്കാത്തത്. എന്തെങ്കിലും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ, ശ്രദ്ധിച്ച് വാഹനം ഓടിക്കേണ്ട ഭാഗങ്ങളാണെങ്കിൽ അതിൻ്റെ മുന്നറിയിപ്പ് ബോർഡുകൾ റോഡിൻ്റെ സൈഡിലുണ്ടാവും. ഇത് അനുസരിക്കാതെയുള്ള ഡ്രൈവിങ്, വളവുള്ള റോഡുകളിൽ ഓവർടേക്ക് ചെയ്യുന്നതും അപകടത്തിന് കാരണമാണ്. ഡ്രൈവറുടെ പരിചയക്കുറവ്, വണ്ടി ഓടിച്ച് നല്ല പരിചയമുള്ളവരല്ലെങ്കിലും അപകടങ്ങൾ സംഭവിക്കും. പിന്നെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും അപകടത്തെ ക്ഷണിച്ചു വരുത്തുന്നു. ക്ഷീണമുള്ളപ്പോഴും ഉറക്കം വരുമ്പോഴും വാഹനം ഓടിക്കരുത്. പിന്നെന്താ? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ പാടില്ല. വാഹനങ്ങളുടെ കാലപ്പഴക്കവും വാഹനങ്ങളിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പം റോഡ് അപകടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. അടുത്ത് നോക്കി, കവലയിലെത്തിയപ്പോൾ ടീച്ചർ പറഞ്ഞ അടയാള വിളക്കുകളിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ. വാഹനം കവലയിൽ വന്നപ്പോൾ ടീച്ചർ പറഞ്ഞു കൊടുത്തിട്ടുള്ള അടയാള വിളക്ക്, ട്രാഫിക് ലൈറ്റ്, അതിലേക്കായി കുട്ടികളുടെ ശ്രദ്ധ. നിങ്ങൾ ട്രാഫിക് ലൈറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ലാത്തവർ ഇനി വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രധാന കവലകളിൽ, അതായത് തിരക്കുള്ള കവലകളിലാണെങ്കിൽ റോഡിൽ ട്രാഫിക് ലൈറ്റ് വച്ചിട്ടുണ്ടാകും. അപ്പോൾ അത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. അടയാള വിളക്കുകളിലെ ഓരോ നിറവും ചിഹ്നവും സൂചിപ്പിക്കുന്നത് എന്താണ്? അടയാള വിളക്കുകളിൽ കൊടുത്തിട്ടുള്ള ഓരോ നിറങ്ങളും ഓരോ ചിഹ്നങ്ങളും ഓരോ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ 3 നിറങ്ങളാണ് ട്രാഫിക് ലൈറ്റുകളിൽ ഉള്ളത്. ഇതിൽ ചുവപ്പ് നിറം കാണിച്ചാൽ വാഹനം നിർത്തുക എന്നതിനുള്ള മുന്നറിയിപ്പാണ്. മഞ്ഞ നിറമാണെങ്കിൽ വാഹനങ്ങൾ തയ്യാറായി നിൽക്കുക എന്നതിനെ സൂചിപ്പിക്കുന്നു. പച്ച നിറം കാണിച്ചാൽ വാഹനം മുന്നോട്ട് പോകാം എന്നതിനുള്ള അറിയിപ്പാണ്. കാൽനട യാത്രക്കാർക്ക് തിരക്കേറിയ ഇടങ്ങളിൽ റോഡ് മുറിച്ച് കടക്കാൻ സൂചന നൽകുന്ന അടയാള വിളക്കുകളും ചില സ്ഥലങ്ങളിൽ ഉണ്ട്. മനസ്സിലായോ? അടുത്ത് നോക്കിയേ, റോഡിൻ്റെ വശങ്ങളിൽ കുട്ടികൾ കണ്ട ചില അടയാളങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ചിത്രത്തിലെ അടയാളങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് കണ്ടെത്തി എഴുതൂ. നോക്കിയേ, ആദ്യത്തെ അടയാളം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? അടുത്തായി ആശുപത്രി ഉണ്ട്. തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഹോൺ ഉപയോഗിക്കാൻ പാടില്ല. ഒരു കുട്ടി ഓടുന്ന പടം കാണിച്ചേക്കുന്നുണ്ടോ? അവിടെ എന്താണ് മുന്നറിയിപ്പ് നൽകുന്നത്? മുന്നിലായി സ്കൂളുണ്ട്. തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് ഇവിടെ വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ കണ്ടെത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ വരച്ചു ചേർക്കൂ. കൂടുതൽ ട്രാഫിക് അടയാളങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ വരച്ച് ചേർക്കണം കേട്ടോ. അടുത്ത് നോക്കി, വാഹനം ഓടിക്കാം. ഇനി ഒരു വാഹനക്കളിയായാലോ? ചിത്രത്തിലേതുപോലെ സ്കൂൾ ഗ്രൗണ്ടിൽ റോഡ് വരയ്ക്കണം. 2-3 ഇടങ്ങളിൽ സീബ്ര ലൈൻ കൂടി വരയ്ക്കണം. ഒരാൾ ട്രാഫിക് പോലീസ് ആവണം. കൂടാതെ ചുവപ്പ്, മഞ്ഞ, പച്ച എന്നീ അടയാളങ്ങൾ സൂചിപ്പിക്കുന്ന ബോർഡുകളുമായി 3 പേരും തയ്യാറായി നിൽക്കണം. കുറച്ചു പേർ വാഹനങ്ങളായി മാറണം. ബാക്കിയുള്ളവർ കാൽനടയാത്രക്കാരാവണം. നോക്കി, വാഹനങ്ങൾ റോഡിലൂടെ ഓടുക. വാഹനങ്ങളായി നിൽക്കുന്നവർ റോഡിലൂടെ പോവുക. എന്നിട്ട് റോഡ് നിയമങ്ങൾ കൃത്യമായി അനുസരിച്ച് വേണം വാഹനങ്ങൾ നീങ്ങാനായിട്ട്. നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ? അവർക്ക് നിയമങ്ങൾ ഇങ്ങനെ വാഹനങ്ങളായിട്ട് പോകുമ്പോൾ അവർക്ക് നിയമങ്ങൾ പാലിക്കാൻ സാധിച്ചോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർക്ക് സാധിക്കാൻ പറ്റാതെ പോയത്? റോഡിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചോ?
നിയമങ്ങൾ പാലിച്ച് റോഡിലൂടെ ഇങ്ങനെ ഓടുന്ന വാഹനങ്ങൾ പോകുന്ന സമയത്ത് എന്തെങ്കിലും അപകടങ്ങൾ റോഡിൽ ഉണ്ടായെങ്കിൽ എന്തുകൊണ്ടാണ് റോഡിൽ അപകടങ്ങൾ ഉണ്ടായത്, ഇത്രയും കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇതൊരു വലിയ പാഠമായതുകൊണ്ട് ബാക്കി ഭാഗം മറ്റൊരു വീഡിയോ ആയി അപ്ലോഡ് ചെയ്യാം.